മറയൂർ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 14 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ആൻസി ആന്റണി അംഗങ്ങൾക്ക് ആശംസകൾ നേർന്ന് നന്ദി അറിയിച്ചു. മറയൂർ ഗ്രാമപഞ്ചായത്തിലെ ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട രാജൻ എന്ന ഞാൻ இந்திய அரசின் மீது உண்மையான நம்பிக்கையும் விசுவாசத்தை கடைபிடிப்பேன் என்று இந்தியாவின் இளமையாமை மற்றும் ஒற்றுமையுடன் நினைத்துகிறேன் என்று அதிகாரப்பூர்வ முடிவுகளை தயவு செய்ய அல்லது தீமை இல்லாமல் செய்வேன் என்று இதன் மூலம் கடவுளின் பெயரால் உறுதியளிக்கிறேன். അടുത്തതായി വാർഡ് ശ്രീമതി സുമതി സെന്തിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. മറയൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സുമതി സെന്തിൽകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി വാർഡ് 7 ശ്രീ കെ അലി. മറയൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അലി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി വാർഡ് 8 ശ്രീമതി റീന രമേശ്. മറയൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട റീന രമേശ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. இது ஓடலாம், அது பிரச்சனை இல்லை. அது வந்து நம்ம அறுவாளுக்கு போடுறதுங்களா, அது பிரச்சனை இல்லை. അടുത്തതായി വാർഡ് 9 ശ്രീ രാജേന്ദ്രൻ. മറയൂർ ഗ്രാമപഞ്ചായത്ത് இந்திய அரசியல் அமைப்பின் மீது உண்மையான நம்பிக்கையும் விசுவாசத்தையும் கடைபிடிப்பேன் என்று இந்தியாவின் இறையாண்மை மற்றும் ஒருமைப்பாட்டை நிலைநிறுத்துவேன் என்றும் எனது அதிகாரப்பூர்வ கடமைகளை உண்மையாகவும் என்னால் முடிந்தவரை
தயவு அல்லது தீமை இல்லாமல் செய்வேன் என்றும் இதன் மூலம் கடவுளின் பெயரால் உறுதியளிக்கிறேன். അടുത്തതായി വാർഡ് 10 പഞ്ചായത്തിലെ உறையூர் கிராம பஞ்சாயத்தின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட அழகமா சுரேஷ்குமார் என்னும் நான் இந்திய அரசியலமைப்பின் மீது உண்மையான நம்பிக்கையும் விசுவாசத்தையும் கடைபிடிப்பேன் என்றும் இந்தியாவின் இறையாண்மை மற்றும் ஒருமைப்பாட்டை நிலைநிறுத்துவேன் என்றும் எனது அதிகாரப்பூர்வ கடமைகளை உண்மையாகவும் என்னால் முடிந்தவரை தயவு அல்லது தீமை இல்லாமல் செய்வேன் என்றும் இதன் மூலம் கடவுளின் பெயரால் உறுதியளிக்கிறேன். അടുത്തതായി വാർഡ് 11 ശ്രീ ജോമോൻ തോമസ്. മറയൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജോമോൻ തോമസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നിങ്ങളിവിടെ തിരക്ക് കൂട്ടേണ്ടതില്ല. അടുത്തത് വാർഡ് 12 ശ്രീമതി രാധിക. മറയൂർ கிராம பஞ்சாயத்தில் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட ராதிகா மேரிஜா என்னும் நான் இந்திய அரசியலமைப்பின் மீது உண்மையான நம்பிக்கையையும் விசுவாசத்தையும் கடைபிடிப்பேன் என்றும் இந்தியாவின் இறையாண்மை மற்றும் ஒருமைப்பாட்டை நிலைநிறுத்துவேன் என்றும் எனது அதிகாரப்பூர்வ உத்தியோகபூர்வ கடமைகளை உண்மையாகவும் என்னால் முடிந்தவரை பயம் தயவு அல்லது தீமை இல்லாமல் செய்வேன் என்றும் இதன் மூலம் கடவுளின் பெயரால் உறுதியளிக்கிறேன். गुलाब जिंदाबाद, इनकलाब जिंदाबाद, इयाब जिंदाबाद, इलियाब जिंदाबाद, गुलाब जिंदाबाद, इनकलाब जिंदाबाद, इयाब जिंदाबाद, इलियाब जिंदाबाद, इरादीरा नेതാവേ, इरादीरा नेതാവേ, इरादीरा नेതാവേ, इरादीरा नेതാവേ, ഇരയോട് നയിച്ചോളൂ, ഇരയോട് നയിച്ചോളൂ, ലക്ഷം പിന്നാലെ. വാർഡ് 13 ശ്രീ കുട്ടിരാജ്. മറയൂർ ഗ്രാമപഞ്ചായത്തിൽ உறுப்பினராக தேர்ந்தெடுக்கப்பட்ட குட்டிராஜ் என்னும் நான் இந்திய அரசியலமைப்பின் மீது உண்மையான நம்பிக்கையும் விசுவாசத்தையும் கடைபிடிப்பேன் என்றும் இந்தியாவின் இறையாண்மை மற்றும் ஒருமைப்பாட்டை நிலைநிறுத்துவேன் என்றும் எனது அதிகாரப்பூர்வ கடமைகளை உண்மையாகவும் என்னால் முடிந்தவரை பயம் தயவு அல்லது தீமை இல்லாமல் செய்வேன் என்றும் இதன் மூலம் உறுதியளிக்கிறேன். जिंदाबाद, इनकलाब जिंदाबाद, इयाब जिंदाबाद, इलियाब जिंदाबाद, गुलाब जिंदाबाद, इनकलाब जिंदाबाद, इयाब जिंदाबाद, इलियाब जिंदाबाद, इरादीरा नेതാവേ, इरादीरा नेതാവേ, ഇരയോട് നയിച്ചോളൂ, ഇരയോട് നയിച്ചോളൂ, ലക്ഷം പിന്നാലെ, ലക്ഷം പിന്നാലെ, ഗുലാബ് जिंदाबाद, इनकलाब जिंदाबाद. അടുത്തതായി 14 വാർഡ് മെമ്പർ ശ്രീ മുരുകൻ. മറയൂർ
മറയൂർ ഗ്രാമപഞ്ചായത്തിലെ മറയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉறுப்பினராக தேர்ந்தெடுக்கப்பட்ட ஸ்ரீமுருகன் என்னும் நான் இந்திய அரசியலமைப்பின் மீது உண்மையான நம்பிக்கையும் விசுவாசத்தையும் கடைபிடிப்பேன் என்றும் இந்தியாவின் இறையாண்மை மற்றும் ஒருமைப்பாட்டை நிலைநிறுத்துவேன் என்றும் எனது அதிகபூர்வ கடமைகளையும் உண்மைகளையும் என்னால் முடிந்தவரை பயம் தயவு அல்லது தீமை இல்லாமல் செய்வேன் என்று இதன் மூலம் நான் உறுதியளிக்கிறேன். അടുത്തതായി നന്ദി പറയുന്നതിനായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ക്ഷണിക്കുന്നുണ്ട്. ആശംസകൾ അറിയിക്കുന്നതിനായി ആദ്യമായി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആൻസി ആൻ്റണി അവരെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ, ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രിയങ്കരായ 14 ജനപ്രതിനിധികളെ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ, പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ, മറ്റ് മറയൂർ നിവാസികൾ, മറയൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷം നിറഞ്ഞ സുദിനമാണ്. കാരണം നമ്മുടെ മറയൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം നടക്കുന്ന 10ാമത്തെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണസമിതിയാണ് ഇവിടെ ഇരിക്കുന്നത്. 1954 നോമിനേറ്റഡ് ബോഡി നിലവിൽ വരികയും അതിനുശേഷം 64 ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം 64, 79, 88, പിന്നെ 95 മുതൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാശിയേറിയ മത്സരം നടക്കാറുണ്ട്. ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും BJPയും ഒക്കെ മത്സരരംഗത്ത് സ്വതന്ത്രരും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ശേഷം ഒരു ഭരണസമിതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ ഭരണസമിതിയുടെ ലക്ഷ്യം മറയൂരിൻ്റെ സമഗ്ര വികസനമായിരിക്കണം. അതിന് കക്ഷിരാഷ്ട്രത്തിന് അതീതമായി പ്രവർത്തിക്കാനുള്ള മനസ്സ് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാകണം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ TV-യിലൂടെയൊക്കെ കണ്ട പല ദൃശ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ കണ്ട 2 ദൃശ്യങ്ങൾ ഇവിടെ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി അതുപോലെ തന്നെ വലതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും പരസ്പരം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് നിൽക്കുന്നു. കാരണം ഒരാൾ തോറ്റു, ഒരാൾ ജയിച്ചു. പക്ഷേ ആ തോൽവിയും ജയവും ഒക്കെ അവിടെ കൊണ്ട് അവസാനിച്ചു. മറ്റൊന്ന് ഞാൻ കണ്ടത്, തോൽവിക്ക് ശേഷം ബോംബും അതുപോലെ തന്നെ വടിവാളുമായിട്ട് നമ്മുടെ എതിർ കക്ഷികളുടെ അടുത്തേക്ക് പോകുന്ന കാഴ്ച. പക്ഷെ ഇത് രണ്ടും കാണുമ്പോൾ നമുക്കെന്താണ് തോന്നുന്നത്? നമുക്ക് തോന്നേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യപരമായ ജനാധിപത്യത്തിൻ്റെ ഒരു നല്ല ഒരു മാതൃകയാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ വിഷയങ്ങൾ അവസാനിക്കണം. അത് പിന്നീട് കൊണ്ടു നടക്കുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടാകരുത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 14 അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ വാർഡ്, ആ വാർഡിൽ പല വ്യത്യസ്തമായ ജാതി മത രാഷ്ട്രീയ ചിന്തകളുള്ളവരുണ്ടാകാം. പക്ഷെ നമ്മുടെ മുമ്പിൽ എല്ലാവരും നമ്മുടെ വോട്ടർമാരാണ്, നമ്മുടെ പ്രജകളാണ്. അപ്പോൾ എല്ലാവരുടെയും ക്ഷേമം ഐശ്വര്യം എല്ലാം അന്വേഷിക്കേണ്ട ബാധ്യത തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഓരോ അംഗത്തിനുമുണ്ട്. ആ അംഗങ്ങൾ അവരുടെ ഓരോ വാർഡിലെയും പ്രജകളുടെ ഐശ്വര്യവും ക്ഷേമവും ഒക്കെ നോക്കി നടത്തിയാൽ ഈ മറയൂർ ഗ്രാമപഞ്ചായത്ത് നമുക്ക് വളർന്നു വരുന്ന ഒരു പ്രദേശമാണ്. ടൂറിസവുമായിട്ടും ഒക്കെ വളരെയേറെ വളർച്ച പ്രാപിക്കുന്ന ഒരു പ്രദേശം. ആ വളർച്ച പ്രാപിക്കുന്ന പ്രദേശം ഇനിയും വളരേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സംഭാവന ഉണ്ടാകണം. നാളുകളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മറയൂരിൻ്റെ ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടി, മറയൂർ പഞ്ചായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.